നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ പൗരത്വരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും, ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മോട് എപ്പോഴും ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ SLC ബുക്ക്. ഇതിലെ തെറ്റുകൾ നമുക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ SLC ബുക്കിലെ ജനനത്തീയതി എങ്ങനെ തിരുത്താമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അതിനുള്ളത്, എങ്ങനെയാണ് തിരുത്തുക, അപേക്ഷ ഫോം എവിടെയാണ് ലഭിക്കുക, എത്ര ദിവസം കൊണ്ടാണ് തിരുത്തി ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ ഗവൺമെൻറ് അറിയിപ്പുകൾ അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ SLC ബുക്കിലെ ജനനത്തീയതി തിരുത്തുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ SLC കഴിഞ്ഞിട്ട് 15 വർഷത്തിന് മുമ്പാണെങ്കിൽ വളരെ എളുപ്പം തന്നെ തിരുത്താൻ സാധിക്കും. 15 വർഷത്തിന് ശേഷമാണെങ്കിൽ പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ജനനത്തീയതി തിരുത്താൻ സാധിക്കുക. നമുക്ക് സ്വന്തമായി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് കറക്റ്റായി തന്നെ രേഖപ്പെടുത്തുകയും വേണം. പല ആളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ മലയാളത്തിലെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, എന്നിങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ജനന സർട്ടിഫിക്കറ്റ് ഈ ഒരു SLC ബുക്കിൽ തിരുത്താൻ സാധിക്കുകയില്ല. ആദ്യം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റുമായി എന്ത് കാര്യങ്ങൾക്കും നമ്മളുടെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്തൽ, അതുപോലെ തന്നെ പേരിൽ മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യൽ, മാതാപിതാക്കളുടെ പേര് തിരുത്തൽ, എന്നിങ്ങനെ എന്ത് കാര്യങ്ങൾക്കും നമ്മളുമായി നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോസുമായി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരികയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും. ഇനി ഇങ്ങനെയെല്ലാം റെഡിയാണെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിലെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ SLCക്കും മറ്റൊരു ഡേറ്റ് ഓഫ് ബർത്തുമാണ്. നമ്മുടെ SLC ബുക്കിൽ നമ്മുടെ പേര് കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ SLC കഴിഞ്ഞ് 15 വർഷമായിട്ടില്ല എന്നിങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ SLC പഠിച്ച സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ നൽകേണ്ടത്. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ അതല്ലെങ്കിൽ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് കറക്റ്റായി വൃത്തിയായി പൂരിപ്പിക്കുക. ഇതിൽ ചെറിയ തെറ്റുകൾ പോലും പിന്നീട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ടൈം വൈകും. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ കോളങ്ങളും കറക്റ്റായി തന്നെ പൂരിപ്പിക്കുക. ഒരു കോളവും ഒഴിവാക്കരുത്. കഴിവതും കറുപ്പ് മഷിയിൽ നല്ല വൃത്തിയായി തന്നെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇതിന് ചെലാൻ അടക്കാനുണ്ട്. അതിൻ്റെ ചെലാൻ നമ്പറും ആ ഒരു അപേക്ഷ ഫോമിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ചെലാനിൽ നമ്മൾ ഒരു 500 രൂപയോളം നമ്മൾ ഫീസ് അടക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച സ്കൂളിലെ HMമായി ബന്ധപ്പെട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ HM ആയിരിക്കും അത് ചെയ്യുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു ലഭിക്കാനുള്ള കവർ വരെ നമ്മൾ അതിന് കൂടെ തിരിച്ച് അയക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ HM നമ്മുടെ കറക്റ്റായി തന്നെ പറഞ്ഞു തരും. ഇതേ ഫോർമാലിറ്റി തന്നെയാണ് നമ്മുടെ പേര് തിരുത്താനും മറ്റു കാര്യങ്ങൾക്കും, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ SLCക്ക് തിരിച്ചു കിട്ടാനും കീടന്ന SLCക്ക് തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം, നമുക്ക് സ്വന്തമായി ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്നും, നമ്മൾ അവസാനം പഠിച്ച SLC കഴിഞ്ഞ സ്കൂളിൽ നിന്നും HM ആണിത് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി. ഈ അപേക്ഷ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുകളിൽ പറഞ്ഞ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. 500 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. ആ ഫീസ് നമ്മൾ അടച്ചതിന് ശേഷം ആ ചെലാൻ റെസീപ്റ്റും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും, അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു കോപ്പിയും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ 3 മാസം കൊണ്ട് തന്നെ ഇത് അപ്രൂവലായി കിട്ടുന്നുണ്ട്. നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റ് വഴി കിട്ടുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഫോമുകൾ കറക്റ്റായി തന്നെ ഫില്ലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
പിന്നീട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ച് ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് SLC ബുക്കിലെ ഫോട്ടോ ചില ആളുടെ ഫോട്ടോ എല്ലാം വാങ്ങിയതിന് ശേഷം ക്ലിയറില്ലാത്ത ഫോട്ടോ ആകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ SLC ബുക്ക് ചിതലരിച്ചോ മറ്റോ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. SLC ബുക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച സ്കൂളിലെ HM മുഖേനയാണ് നമ്മൾ ചെയ്യേണ്ടത്. HM ആണ് ഇതിൻ്റെ മേലധികാരി. HM ആണ് ഇത് സ്കൂളിലേക്കും പരീക്ഷാഭവനിലേക്കും തിരിച്ചയക്കേണ്ടതും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും